സ്നേഹത്തിലൂടെ ജീവിതങ്ങൾക്ക് കരുത്തു പകരുന്നു. 100 ജീവിതങ്ങളെ മാറ്റിമറിച്ച് ശ്രീ സത്യസായി ജീവനോപാധി പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു. 2026 ജൂലൈ 23. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ദിവ്യ അനുഗ്രഹത്തോടുകൂടിയും ഭഗവാന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായും കേരളത്തിലൊരു സുപ്രധാന ഉപജീവന സംരംഭത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിലുടനീളമുള്ള അർഹരായ 100 ഗുണഭോക്താക്കൾക്ക് ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തുകൊണ്ടാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എടപ്പള്ളി എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ വി. ഡി. സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രശാന്തി നിലയം ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ആർ. ജെ. രത്നാകർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭഗവാന്റെ ചിരകാല ഭക്തനായ ശ്രീ ശങ്കർ നാരായണൻ പ്ലാഞ്ചേരി, കേരളത്തിലെ ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷന്റെ ഭാരവാഹികൾ, വലിയൊരു വിഭാഗം ഭക്തജനങ്ങൾ, സന്നദ്ധപ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. സ്വയം പര്യാപ്തതയിലൂടെ ആത്മാഭിമാനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒറ്റത്തവണയുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനു പകരം സുസ്ഥിരമായ ഉപജീവന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുകയാണ് ശ്രീ സത്യസായി ജീവനോപാധി പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്ക് സ്വന്തമായി തൊഴിൽ ചെയ്ത് സ്ഥിരവരുമാനം നേടി ആത്മവിശ്വാസത്തോടും അഭിമാനത്തോടും കൂടി കുടുംബത്തെ പോറ്റുന്നതിന് 100 ഓട്ടോറിക്ഷകളുടെ വിതരണം സഹായകരമാകും. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സേവിക്കുക, എപ്പോഴും സഹായിക്കുക, ഒരിക്കലും ഉപദ്രവിക്കരുത് എന്നീ ഭഗവാന്റെ സന്ദേശങ്ങളെ ഈ സംരംഭം യാഥാർത്ഥ്യമാക്കുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച ബഹുമാന്യ മുഖ്യമന്ത്രി രാജ്യത്തുടനീളം സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും എണ്ണമറ്റ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷന്റെ നിസ്വാർത്ഥ സേവനങ്ങളെ അഭിനന്ദിച്ചു. ഭൗതിക സഹായങ്ങൾക്കപ്പുറം ഗുണഭോക്താക്കൾക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും തിരികെ നൽകാൻ ഇത്തരം പദ്ധതികൾക്ക് കഴിയുമെന്ന് മറ്റ് വിശിഷ്ട വ്യക്തികളും അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ കുടുംബത്തിന് സ്ഥിരമായ വരുമാനവും മികച്ചൊരു ഭാവിയും കെട്ടിപ്പടുക്കാൻ ഈ ഓട്ടോറിക്ഷകൾ സഹായകരമാകുമെന്ന് ഗുണഭോക്താക്കൾ കൃതജ്ഞതയോടെ പറഞ്ഞു. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി ഭഗവാൻ നൽകിയ അനന്തമായ സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് ശ്രീ രത്നാകർ ഓർമ്മിപ്പിച്ചു. യാതൊരു പ്രതീക്ഷയോ വേർതിരിവോ ഇല്ലാതെ എല്ലാവരെയും തുല്യസ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി ചേർത്തുപിടിച്ച ഭഗവാന്റെ ജീവിതം നിസ്വാർത്ഥ സേവനത്തിന്റെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. താൽക്കാലിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിലുപരി വ്യക്തികൾക്ക് ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഈ സേവന പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകാൻ അദ്ദേഹം എല്ലാവരോടും ആഹ്വാനം ചെയ്തു. പ്രശാന്തി നിലയം ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റും കേരളത്തിലെ ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ശ്രീ സത്യസായി ജീവനോപാധി പദ്ധതിയുടെ ഉദ്ഘാടനം ശതാബ്ദി സേവന പ്രവർത്തനങ്ങളിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായാണ് അടയാളപ്പെടുത്തുന്നത്. അർത്ഥവത്തായതും സുസ്ഥിരവുമായ സേവനത്തിലൂടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാനുള്ള പ്രതിബദ്ധതയാണ് ഇത് വീണ്ടും ഉറപ്പുവരുത്തുന്നത്.